2025 ഒരു ഉളുപ്പുമില്ലാതെ ഈ രാജ്യത്തിലെ ഒരു സമൂഹത്തിനെതിരെ ഒരു വൃത്തികേട് പറയാൻ CPM-ന്റെ നേതാക്കൾക്ക് മടിയില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോഴാണ് പലരും നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. CPM എന്തോ ഉണ്ടാക്കി കളയുമെന്ന നിലക്കാണ്. അവരാണ് ഈ രാജ്യത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ്. അവർ ഈ രാജ്യത്ത് ജനങ്ങളെ രക്ഷിക്കുന്നു എന്നാണ്. ഞാൻ ഒരൊറ്റ കാര്യം ചരിത്രബോധമുള്ള സഹോദരന്മാരോട് ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു വിഭാഗത്തെ, മുസ്ലിങ്ങൾ എന്നല്ല, ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ CPM വഹിച്ച പങ്കെന്താണെന്ന് അവരൊന്ന് പറയട്ടെ. ഏതെങ്കിലും ഒരു വിഭാഗത്തെ. ഇവിടുത്തെ ഈഴവന്മാർ പുരോഗമിച്ചിട്ടുണ്ട്. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് വിവരമുണ്ട്, അവർക്ക് തൊഴിലുണ്ട്, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയുണ്ട്. എങ്ങനെ ഉണ്ടായത്? ശ്രീനാരായണ ഗുരുദേവൻ രാജ്യത്തിലെ ഏറ്റവും സമ്മോഹനമായ നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഈഴവ സമൂഹം രക്ഷപ്പെട്ടത്. മന്നത്ത് പത്മനാഭനാണ് നായർ സമൂഹത്തെ രക്ഷിച്ചെടുത്തത്. ഡോക്ടർ പൽപ്പുവിനെ പോലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM സിദ്ദി സാഹിബ്, ബാഫക്കി തങ്ങൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള നവോത്ഥാന നായകന്മാരുടെ സംരംഭങ്ങളാണ് കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളർച്ചക്ക് ഗുണകരമായിട്ടുണ്ടായിരുന്നത്. ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ ഓർഗനൈസ്ഡ് ആണ്, വളരെ കൃത്യമായി. എന്നാൽ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടുകൂടെ രക്ഷപ്പെട്ടു വന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു വിഭാഗത്തെ പറയട്ടെ. എനിക്കറിയാം, വയനാട്ടിലൊക്കെ ആദിവാസികളെ കോളനിവൽക്കരിക്കുകയും അവരെ അങ്ങനെ തന്നെ നിർത്തുകയും തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കോളനികൾ വളഞ്ഞു പിടിച്ച് അവരെ ക്യൂവാക്കി നിർത്തി വോട്ട് ചെയ്യിക്കുകയും ചെയ്യുന്ന വോട്ടു യന്ത്രങ്ങളല്ലാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ CPM? ഇവരുടെ തല്ലുകൊള്ളികളായി, ഇവരുടെ അക്രമകാരികളായ അണികളായി, ഇവരുടെ ജനങ്ങളെ ഉപദ്രവകരമാം വിധത്തിൽ മറ്റുള്ളവർക്കെതിരെ തിരിച്ചുവിടുന്ന അണികളായി ഉപയോഗിക്കുക എന്നല്ലാതെ, ടൂളുകൾ ആക്കുക എന്നല്ലാതെ ആത്യന്തികമായി ഏതെങ്കിലും ഒരു ജനസമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല CPM. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദിവാസി സമൂഹമാണ്. നിങ്ങൾ വയനാട് മാത്രം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ വയനാട്ടിലേക്ക് പോയാൽ നിങ്ങൾക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇപ്പോഴും അങ്ങനെയാണ്. 70% ആദിവാസികൾ സ്കൂളിൽ എത്തിച്ചേർന്നാൽ തന്നെ അവർ സ്കൂൾ പഠനം പൂർത്തിയാകാതെ കൊഴിഞ്ഞു പോവുകയാണ്. ആദിവാസി സ്കൂളുകളിൽ വെറും 10 പേരെ മാത്രം വെച്ച് പഠിപ്പിക്കുന്ന ആദിവാസി സ്കൂളുകൾ വയനാട്ടിലുണ്ട്. വ്യാപകമായ വിധത്തിൽ കൊഴിഞ്ഞു പോവുകയാണ്. അവരുടെ വിദ്യാഭ്യാസ നിലയിൽ അവർക്ക് മുന്നോട്ട് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റ് ഇടങ്ങളിൽ, മറ്റ് തൊഴിലിടങ്ങളിൽ അവർ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആദിവാസികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷം CPM പറയുന്ന ഒരു കാര്യമുണ്ട്. അവരങ്ങനെ അവരുടെ അടിസ്ഥാനപരമായ രീതികളിൽ നിന്ന് അവരെ മാറ്റരുത്. എന്താ മാറ്റിയാൽ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ആദിവാസികൾ അവരുടെ ആ പഴയ വസ്ത്രവും ഭക്ഷണ രീതികളും ഉപയോഗിച്ച് ജീവിക്കാൻ ഇവിടെ എല്ലാവരും അറിയില്ലേ? മലപ്പുറത്തെ താത്തമാരെങ്ങനെയായിരുന്നു, നമ്മളുടെ ഉമ്മമാരെങ്ങനെയായിരുന്നു, നമ്മളുടെ പഴയ ബാപ്പമാരെങ്ങനെയായിരുന്നു? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഉമ്മമാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാച്ചി മുണ്ടുടുത്ത, അരയിലൊരു അരഞ്ഞാണം കെട്ടിയിട്ടുള്ള, ആ പഴയ കാതിൽ നിറയെ പഴയ ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ള ഉമ്മമാരെ നമുക്കറിയാം. പഴയ ഉമ്മമാരെ. ആ ഉമ്മമാർ ഇന്നുണ്ടോ? കാച്ചി മുണ്ടൊടുത്ത ഏത് ഉമ്മയുണ്ട് മലപ്പുറത്ത് ഇന്നെവിടെങ്കിലും?
എല്ലാ വിഭാഗത്തിനടക്കം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആദിവാസിനകത്ത് മാർക്കിടുമ്പോൾ നന്നായി ബുദ്ധിയുള്ള പെൺകുട്ടിക്ക് മാർക്ക് കൂടിയാൽ ആൺകുട്ടിയുടെ അതേ മാർക്ക് ഇട്ട് കൊടുക്കുവോ? ഇല്ലല്ലോ. ഒരു ഓഫീസിനകത്ത് ആ ഓഫീസിനെ നിയന്ത്രിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഒരാണിനേക്കാൾ കൂടുതൽ ഒരു പെണ്ണിനാണെങ്കിൽ അവരല്ലേ ആ ഓഫീസിൽ മികച്ചു നിൽക്കുക. പിന്നെ ഈ ഇക്വാലിറ്റിയുടെ സ്ഥിതി എന്താണ്? ഞാൻ പലപ്പോഴും ഇസ്ലാമിലെ ഒരു കാഴ്ചപ്പാട് തന്നെ ജെൻഡർ ഇക്വാലിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ്. സ്ത്രീകളെ കുടിച്ചു മൂടിയിരുന്നു എന്ന് പറയുന്ന 1400 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് പ്രവാചകന്റെ കാലത്ത് മദീനയിൽ വലിയ ഖുറൈശി പ്രമുഖന്മാർ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ഇടത്ത് നിങ്ങൾ ഈ പറയുന്ന ഏറ്റവും പ്രാകൃതമായ പ്രവാചകൻ നുബൂവത്ത് ലഭ്യമാകുന്നതിന്റെ അദ്ദേഹം ജീവിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രാകൃതമായ ആ കാലത്ത് പോലും അവിടുത്തെ ഒരു വലിയ വ്യവസായിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കണം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കീഴിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തൊഴിലെടുത്തു, ഒരു ജോലിക്കാരനായി ചേർന്നു. അള്ളാഹു അത് നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിലുള്ളത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന തട്ടിപ്പല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ്. നീതിയാണ് വേണ്ടത്, നീതിയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ വിചാരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പനമരം പഞ്ചായത്ത് ഞങ്ങൾ എടുത്തു, അതൊരു വനിതയുടെ പ്രസിഡന്റ് ആകേണ്ടുന്ന പഞ്ചായത്താണ്. ഞങ്ങൾ നോക്കി, മുസ്ലിം വനിതകളുണ്ട് അവിടെ, ഒന്നൊന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്. അവിടെ നോക്കുമ്പോൾ എന്നാൽ കൊള്ളാവുന്നത്, കൂടുതൽ ആളുകൾക്ക് അഭിപ്രായമുള്ളത് ഈ ആദിവാസി വനിത പ്രസിഡന്റ് ആവട്ടെ എന്നാണ്. ഞങ്ങളാക്കി. CPM-കാരന് അതിൽ ചൊറിയുന്നതിൽ, അതിൽ ദേഷ്യം പിടിക്കുന്നത്, നിങ്ങൾ എന്തു രാഷ്ട്രീയ പാർട്ടി എന്നാണെന്ന് പറയുന്നത്, നിങ്ങൾ ഏത് വിപ്ലവ പാർട്ടിയാണ്, ഏതു തരത്തിലുള്ള എന്നിട്ട് പറയുന്ന അപകടം ഇതാണ്. എന്താണെന്നറിയുമോ? അടുത്ത തെരഞ്ഞെടുപ്പിലെങ്ങാനും ഈ മുസ്ലിം ലീഗുകാരൻ വോട്ട് ചോദിച്ചു വന്നാൽ അവനെ പഠിപ്പിച്ചു വിടണമെന്നാണ്. എന്തുതരം രാഷ്ട്രീയമാണ് യഥാർത്ഥത്തില്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജനങ്ങളിൽ ആർക്കു വേണ്ടിയും നിന്നിട്ടില്ല. ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം പിന്നെയും നമുക്കറിയാം, ഇപ്പോ കോൺഗ്രസുമായി മുസ്ലിം ലീഗിന് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ബാന്ധവമുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസുമായി മുസ്ലിം ലീഗ് നിൽക്കുന്നത് എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. ഇന്നലെ നമ്മൾ കേട്ട വാർത്ത എന്താണ്? മിനിഞ്ഞാന്ന് കേട്ട വാർത്ത എന്താണ്? ഡൽഹി BJP പിടിച്ചു. അവിടെ ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിയാണ്. കെജ്രിവാൾ തോറ്റു. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ അത്ഭുതപ്പെടുത്തുകയോ വലിയ സങ്കടം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്ത വാർത്തയല്ല അത്. A ടീം B ടീം എന്നൊക്കെ പറയാവുന്ന കക്ഷിയാണിത്. കെജ്രിവാൾ എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് കുറച്ചുകൂടെ മുമ്പിലേക്കാണ്, പിറകിലേക്കാണ്. ഇതൊരു പ്രക്രിയയാണ്. ഒരു രാഷ്ട്രീയ സമീപനവും ദീർഘവീക്ഷണത്തോടെ എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരാണ് കേരളത്തിലെ, ഇന്ത്യയിലെ ഇടതുപക്ഷം എന്നതിന്റെ, CPM എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണിത്. ഏതെന്നറിയുമോ? ഡൽഹി. എന്തായി ചെയ്തത് എന്നറിയുമോ? കോൺഗ്രസ് ഭരിക്കും. സ്വാഭാവികമാണ്, കോൺഗ്രസിന് ഭരണത്തിന്റെ ദുർബലതകൾ ഉണ്ടാവാം. അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്കെതിരെ കുറ്റം പറയാം, ആക്ഷേപങ്ങൾ ഉന്നയിക്കാം. 19 കൊല്ലമായി ഇന്ത്യ ഭരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ എല്ലാവരും കൂടെ ചേരുക, അതിന്റെ പിറകിൽ നിന്ന് ആസൂത്രിതമായി സംഘപരിവാർ പണിയെടുക്കുക. എന്നിട്ടോ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ എല്ലാവരും. കോൺഗ്രസ് താഴെ ഇറക്കിയാൽ പകരം വന്നവരെ താഴെ ഇറക്കാൻ വലിയ പ്രയാസമില്ല. അത് BJP നിർവഹിക്കും. ഗുജറാത്ത് ഏറ്റവും ഗംഭീരമായി കോൺഗ്രസ് ഭരിച്ച, ഒരുപക്ഷെ ഗുജറാത്തിലെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയത് കോൺഗ്രസ് ഭരണമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിനെ എല്ലാവരും ചേർന്ന് തോൽപ്പിച്ചിട്ടോ വേറെ ഒരു ഭരണകൂടം വന്നു. അത് കഴിഞ്ഞിട്ടോ അവരെ തട്ടിമാറ്റി BJP വന്നു. തീർന്നു. ഉത്തർപ്രദേശ് കോൺഗ്രസിനെ തള്ളി താഴെയിട്ടു. മായാവതി വന്നു, മുലായം സിംഗ് വന്നു, പല ജാതി സിംഗുമാര് വന്നു, ഒരുപാട് ആളുകൾ ചേർന്ന് ഭരിച്ചു. അവസാനം അവരെ എല്ലാവരെയും മാറ്റി BJP വന്നു. ഹരിയാന കോൺഗ്രസിനെ മാറ്റി, എല്ലാവരും ചേർന്ന്. എന്നിട്ടോ എല്ലാവരും ചേർന്ന് കോൺഗ്രസിനെ മാറ്റി വന്നവരെ മാറ്റി BJP വന്നു. ഈ പറയുന്ന കെജ്രിവാൾ ആരാണ് നിങ്ങൾക്കറിയുമോ? ഒരു പടുക്കളവനുണ്ടല്ലോ, അണ്ണാ ഹസാരെ എന്ന് പറയുന്ന കാട്ടുകള്ളൻ. മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ ഡൽഹിയിൽ കളിച്ച കളി നമുക്ക് ഓർമ്മയുണ്ട്. എത്ര വൃത്തികെട്ട കളി! ഗാന്ധിയാണ് എന്നൊക്കെ ഇവിടുത്തെ CPM-കാര് പറഞ്ഞത്. എന്നിട്ട് മൻമോഹൻ സിംഗിന്റെ പിന്തുണ CPM പിൻവലിക്കുകയാണ്. നിങ്ങൾ ചരിത്രം മറന്നു പോകരുത്. എന്തിനാ പിൻവലിച്ചെന്നറിയോ? രാഷ്ട്രീയത്തിലെ ഒരു സൂഫിയെ പോലെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു മൻമോഹൻ. അത്യപൂർവമായ രാഷ്ട്രീയ നേതാവ്, ഒരു താല്പര്യവുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിച്ച ലോകോത്തരനായ നേതാവ്.
ആ മനുഷ്യനെ താഴെ ഇറക്കിയത് ആണവ കരാറിന്റെ പേരിലാണ്. ഞാൻ ഈ മുടിക്കോടിലെ സഖാക്കളോട് ചോദിക്കട്ടെ, അന്ന് നിങ്ങൾ മൻമോഹൻ സിംഗിന് പിന്തുണ പിൻവലിച്ച് പുറത്തുപോയ ആണവ കരാറിന്റെ 2025 പൊസിഷൻ എന്താണ്? നിങ്ങൾ പറ. ആ ആണവ കരാർ കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായ ബുദ്ധിമുട്ട് എന്താണ്? ആ ആണവ കരാർ ഇന്ത്യക്കുണ്ടാക്കിയ പ്രയാസം എന്താണ്? ആ ആണവ കരാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയ നഷ്ടം എന്താണ്? നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കി ആണവ കരാറിന്റെ പേര് പറഞ്ഞ് ഡൽഹിയിലെ റാംലീല മൈതാനിയിൽ ഈ കള്ളക്കളവൻ അവന്റെ അടുത്ത് പോയി, അതുപോലെ ബാബ രാംദേവ് എന്ന് പറയുന്ന കള്ള സന്യാസി, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അന്ന് റാംലീല മൈതാനിയിൽ ഈ അണ്ണാ ഹസാരയുമുണ്ട്. അണ്ണാ ഹസാരയുടെ കൂടെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ചേർന്നിട്ട് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിനെ കുടിയിറക്കി. BJP വന്നിട്ടോ ബി ടീം വേണ്ട, ഞങ്ങൾ A ടീമുണ്ട്, അവരെയും പുറത്താക്കി. ഇത് സ്വാഭാവികമായി നടക്കുകയാണ്. ഇവിടെയാണ് മുസ്ലിം ലീഗ് കൃത്യമായ രാഷ്ട്രീയ സമീപനം ഉയർത്തുന്നത്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. എന്ത് വീഴ്ചകൾ നിങ്ങൾ ആക്ഷേപിക്കുമ്പോഴും എന്ത് വീഴ്ചകൾ നിങ്ങൾ പറയുമ്പോഴും ഇന്ത്യ രാജ്യത്തിലെ ഒരു സെക്കുലർ ഫാബ്രിക്കിന് അവരനിവാര്യമാണ്. അവരെ തിരുത്താം, അവരെ വിമർശിക്കാം. പക്ഷെ അവരെ കളഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം, മറ്റൊരു മതേതര ദേശീയ ബദൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. അത് കഴിയുന്നില്ല. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും BJP-യിലാണ്, RSSന്റെ കൂടെയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവരെ ഇല്ലാതെയാക്കുക? ഇപ്പോ ഞങ്ങൾ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവര് വേറെ പാർട്ടി, അതുകൊണ്ടല്ലേ ഞങ്ങൾ വേറെ പാർട്ടി, വേറെ കൊടി, വേറെ പരിപാടി, വേറെ ചിഹ്നം ആണല്ലോ. പക്ഷേ ഞങ്ങളും അവരും തമ്മിൽ ഒരു വലിയ ആത്മബന്ധമുണ്ട്. എന്തെന്നറിയോ? ഞങ്ങളൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസോ മികച്ച ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ്. ഇപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. നെഹ്റുവിന്റെ ഭാഷയിലെ ഏറ്റവും വലിയ ചീത്തവിളി. അദ്ദേഹം ഒരു മഹാമാന്യനാണ്, അതുകൊണ്ട് ലീഗിന് പറയാവുന്ന ഏറ്റവും വലിയ തെറി എന്ന് പറയാം. നെഹ്റു പറഞ്ഞു, ഈ ലീഗ് ഒരു ചത്തകുതിരയാണ്. മറുപടി പറയാൻ ഞങ്ങളുടെ അഭിമന്യനായ നേതാവ് CH ഉണ്ടായിരുന്നു. CH സഭ്യമായ ഭാഷയുടെ അങ്ങേ അറ്റത്ത് പോയി മറുപടി പറഞ്ഞു, പണ്ഡിറ്റ്ജി ഇത് ചത്തകുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. വലിയ തർക്കങ്ങൾ നടന്നു ഞങ്ങൾ കോൺഗ്രസുമായിട്ട്. ഈ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിങ്ങളുടെ വിവാഹ നിയമ ബില്ല് വരികയാണ്. ആ വിവാഹ നിയമ ബില്ല് വരുമ്പോ ഒരുപാട് മുസ്ലിം MP-മാരുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് യെസ് യെസ് എന്നിങ്ങനെ പറഞ്ഞ് ബില്ലിനെ പിന്തുണക്കുകയാണ്. ആ സമയത്ത് ഒരു സ്ഥൂലഗാത്രനായ മനുഷ്യൻ, തുർക്കി തൊപ്പി വെച്ച മനുഷ്യൻ, ഒരു മൂലയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് ഗൗരവമാർന്ന ശബ്ദത്തിൽ നോ എന്നൊരു ശബ്ദമുണ്ടാക്കുന്നുണ്ട്. പാർലമെന്റിന്റെ മുഴുവൻ ശ്രദ്ധയും ബി പോക്കർ സാഹിബിലേക്ക് വരികയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നോക്കി, തന്റെ ബില്ലിനെ എതിർക്കുന്നവൻ ആര്? എല്ലാ മുസ്ലിങ്ങളും യെസ് പറഞ്ഞല്ലോ, ഇതാര്? നെഹ്റുവിന് മനസ്സിലായി, ഇത് ബി പോക്കർ സാഹിബാണ്, മുസ്ലിം ലീഗിന്റെ MP-യാണ്. ഒരേ ഒരാൾ പാർലമെന്റിൽ. എത്ര പേർ മറ്റുള്ളവരുണ്ട്? നെഹ്റുവിന് തന്റെ ദേഷ്യം തീർക്കാമായിരുന്നല്ലോ, അവിടെ ഇരിക്ക് പോക്കർ എന്ന് പറയാമായിരുന്നല്ലോ. ഒരൊറ്റ പോക്കറിന്റെ ശബ്ദത്തെ പുല്ലിന്റെ വിലയില്ലാതെ ആ വിവാഹ നിയമ ബില്ല് മുസ്ലിങ്ങൾക്കെതിരായി പാസാക്കാമായിരുന്നല്ലോ. പക്ഷെ നെഹ്റു ഒരു നിരീശ്വരവാദിയാണെങ്കിലും ഒരു ജനാധിപത്യ വിശ്വാസിയാണ്. നെഹ്റു പറഞ്ഞു, പോക്കറിന്റെ ശബ്ദം ഇവിടെ ഒറ്റപ്പെട്ടതാണ്, പക്ഷേ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമാണ്. ഇതിന് ജനാധിപത്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരാ, നിനക്കത് പറഞ്ഞ മനസ്സിലാവില്ല, നീ കമ്മ്യൂണിസ്റ്റാണ്. ജനാധിപത്യം എന്നതെന്ന് നിനക്കറിയില്ല. കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിലുള്ള സംവാദത്തിന്റെ രാഷ്ട്രീയം അതാണ്. നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ കൂടെ നിന്നത്? സഹായിക്കണ്ട. എപ്പോഴാ കൂടെ നിന്ന് സഹായിക്കണ്ട? എതിർക്കാതിരുന്നത്. ശരീഅത്ത് ബില്ല് വന്നു, നിങ്ങൾ എതിർത്തില്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായിട്ടല്ല ഇവിടേക്ക് ആദ്യമായിട്ട് വന്നത്. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കൈ പിടിച്ചു കൊണ്ടുവന്നത് ശരീഅത്തിനെ എതിർത്ത ആരിഫിനെയാണ്. പിന്നെ ഗവർണറായത്. സംവരണം വന്നപ്പോ നിങ്ങൾ പറഞ്ഞു സാമ്പത്തിക സംവരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോ നിങ്ങൾ ഞങ്ങളെ എതിർത്തു. ഞങ്ങളെ മക്കൾ ജയിച്ചു വന്നപ്പോ പറഞ്ഞു കോപ്പി അടിച്ചിട്ടാണ്. 1989 90-ലും 91-ലും ഒക്കെയായി കട്ട് ഓഫ് ഡേറ്റ് കൊണ്ടുവരുമ്പോ ഞങ്ങൾ നിലപാടെടുത്തപ്പോ നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്നില്ല. ഈ രാജ്യത്ത് കോൺഗ്രസ് പക്ഷേ ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമായി ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്നു. എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ ഞങ്ങൾ രാഷ്ട്രീയമായി പിന്തുണക്കേണ്ടത്?
എന്തിന്റെ പേരിലാണ്? ഏത് രാഷ്ട്രീയ സമീപനത്തിന്റെ പേരിലാണ്? നിങ്ങൾ എന്നും അടിസ്ഥാനപരമായി ഒരു ജനതയെ പിറകിൽ നിന്ന് കുത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയും ചെയ്തവരാണ് എല്ലാ കാലത്തും. ജനാധിപത്യത്തിന്റെ പേരിൽ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതാണ്. കേരളത്തിൽ പോലും ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. സംഘപരിവാർ, മറുഭാഗത്ത് CPM. ഇതിൽ പറയുന്ന അപകടകരമായ വ്യതിയാനങ്ങളുണ്ട്. എല്ലാ സമുദായങ്ങളും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല മൈനോറിറ്റിക്കെങ്കിൽ എല്ലാവരും പോയി പെടും. എങ്ങനെയാണ് BJP കേരളം ഭരിക്കുക എന്ന് വിചാരിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ആസാമിലേക്ക് പോ. ആസാമിൽ പോയാൽ മതി. ആസാമിൽ ഇതിലെ ഈ കേരളത്തിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ പെർസെന്റേജ് ഉള്ള സ്റ്റേറ്റ് ആണ്. മൈനോറിറ്റി മെജോറിറ്റി ആയ സ്റ്റേറ്റ് ആണ്. മുസ്ലിം ലീഗിനുള്ള അത്രയും അതിനേക്കാൾ അധികം MLA-മാരും MP-മാരും. നമുക്കറിയില്ലേ, അജ്മൽ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് ഊത് വിൽക്കുന്ന അജ്മൽ എന്ന് പറയുന്ന അത്ര വ്യാപാരിയില്ലേ, അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയുണ്ട് അവിടെ. അജ്മൽ ഖാന്റെ പാർട്ടിയുണ്ട്. 10-20 MLA-മാരുണ്ട്. ആ ആസാം ഭരിക്കുന്നത് BJP ആണ്. ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി BJPക്ക് വരാൻ നേരിട്ട് വരില്ല. ഈ കഴിഞ്ഞ തവണയും പിണറായി വിജയനെ പിന്നെയും കൊണ്ടുവരുമ്പോ BJP വോട്ടുകൾ കുറച്ചവരെ സഹായിക്കുന്നത്, തൃശൂരിൽ സുരേഷ് ഗോപിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അവർ തമ്മിലുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കുന്നത്, മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയെ ആസൂത്രിതമായി ഒരു ക്രിമിനൽ ഡിസ്ട്രിക്റ്റായി പ്രഖ്യാപിക്കാൻ പരിശ്രമിക്കുന്നത് ഈ സംഘപരിവാറിന്റെ പണിയാളുകളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പകരം അവർക്ക് കേരളത്തിലെ ഭരണം. എന്താ കാര്യം എന്നറിയോ? കോൺഗ്രസിനെ തട്ടിമാറ്റാൻ പ്രയാസമുണ്ട് BJPക്ക്. അതുകൊണ്ട് ബിനാമി ഗവൺമെന്റുകളെ കൊണ്ടുവരും. BJP അവരെ തട്ടിമാറ്റി യഥാർത്ഥ BJP ഇറങ്ങി വന്ന് ഭരിക്കും. ബംഗാളിൽ അത് സാധ്യമല്ലാത്തത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. മമതാ ബാനർജിയെ പോലെ ഒരു മികവുറ്റ ഭരണാധികാരി, ഒരു ആന്റി BJP-കാരി അവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. കേരളത്തിലും സംഭവിക്കുന്നത് സംഘി കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടുകൾ ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിനെ തുരത്തുക എന്ന രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കാൻ ലീഗിന് കഴിയില്ല. അത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം. അവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അഭിമന്യനായ നേതാവ് അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ പുതുക്കുകയുണ്ടായി. അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ഘട്ടങ്ങളിലും മനോഹരമായി ഈ രാഷ്ട്രീയ ബന്ധത്തിന്റെ ഇഴ ചേർത്തു വെക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. കേന്ദ്രത്തിലായാൽ പോലും ഞങ്ങൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെ നുകർന്നുകൊണ്ട് ഈ രാജ്യത്ത് നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. നിങ്ങൾ അങ്ങനെയല്ല. CPM-കാരാ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ബജറ്റിനകത്ത് പോലും നിങ്ങൾക്ക് വിവരമില്ല എന്ന് പിന്നെയും ജനങ്ങളെ ബോധ്യപ്പെടുത്തും വിധം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? സ്വകാര്യ യൂണിവേഴ്സിറ്റികളാണ്, സ്വകാര്യ മേഖലയിലെ സർവകലാശാലകളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതേ വിഷയം 2016 ഈ സ്വകാര്യ മേഖലയിൽ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരാൻ തീരുമാനമായി. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, അബ്ദുൾ റബ്ബ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി. ആ സമയത്താണ് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവരുമ്പോ അന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, ഒരു ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആർക്കായിരുന്നു? TP ശ്രീനിവാസനായിരുന്നു അന്ന് അതിന്റെ ചുമതലയുണ്ടായിരുന്നത്. ഒരു നയതന്ത്രജ്ഞനായ TP ശ്രീനിവാസൻ. ആ മനുഷ്യന് കോട്ടിട്ടിട്ട് അദ്ദേഹം ആ മീറ്റിംഗിന്റെ അടുത്തേക്ക് അടുക്കുമ്പോഴേക്കും അയാളെ തെരുവില് ഈ കുട്ടിയുടെ ചിത്രം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അച്ഛന്റെ പ്രായമുള്ള ഈ മനുഷ്യനെ തെരുവിൽ വലിച്ചു തള്ളിയിട്ടിട്ട് കരിയോയിൽ ദേഹത്ത് ഒഴിച്ചു. ആ TP ശ്രീനിവാസൻ ജീവിച്ചിരിപ്പില്ലേ? അപ്പോ ഇന്ന് TVക്ക് അദ്ദേഹം കമന്റ് കൊടുത്തല്ലോ, പറയാനുള്ളത് പറഞ്ഞല്ലോ. എന്നിട്ട് അയാൾ ജീവിച്ചിരിക്കെ സഖാവെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? പുഷ്പനെ അറിയാമോ? സഖാവിനെ അറിയാമോ? പുഷ്പനെ ആ പാട്ടൊന്നുകൂടെ വെക്ക്, പുഷ്പന്റെ ആത്മാവ് കേൾക്കട്ടെ. ഞാനിങ്ങനെ പുഷ്പന് മരിച്ചു കിടക്കുന്ന സമയത്ത് TVയിൽ അതിന്റെ ലൈവ് ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് എന്താ അറിയോ? പുഷ്പനെ അറിയാമോ. എന്നിട്ട് പുഷ്പന്റെ ബോഡിന്റെ അടുത്ത് ആരാ നിൽക്കണ അറിയോ? MV നികേഷ് കുമാർ, MV രാഘവന്റെ മകൻ. അപ്പം ബക്കറിന്റെ പാടന്റെ പാട്ട് തന്നെയാണ്. പുഷ്പനെ അറിയാമോ? ആരുടെ ചോദിക്കണത്? നികേഷിനോടാണ്. എന്താ വെച്ചാൽ എന്റെ അച്ഛനെ വന്നപ്പം വെടി കൊണ്ടിട്ട്, പോലീസിന്റെ വെടി കൊണ്ടിട്ട് കിടക്കണതാണ്. അന്ന് കിടന്ന കിടപ്പാണ്, ഇപ്പൊ മരിച്ചുപോയി എന്ന് നികേഷിനോട് പറയാൻ. ഞാൻ സഖാക്കളോട് ചോദിക്കുന്നത്, ആ പാട്ടൊന്നുകൂടെ വെക്കടോ. പുഷ്പനെ അറിയാമോ? അന്ന് ശ്രീനിവാസനെ വലിച്ച് തള്ളി താഴെയിട്ടു നിങ്ങൾ.
ഞങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നതിനൊരു രാഷ്ട്രീയമുണ്ട്. കൃത്യമായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അറിയാം. ഇന്ന് +2 കഴിഞ്ഞാൽ +2 തന്നെ പ്രയാസമാണ്. +2 കഴിഞ്ഞാൽ ഇവിടെ പോയി പഠിക്കാനാണ്. കൊള്ളാവുന്ന കുട്ടികളൊക്കെ, ഇത്തിരി തലച്ചോറുള്ള കുട്ടികൾ, ഇത്തിരി സൗകര്യമുള്ളവർ ഒക്കെ പുറത്തു പോവാണ്. ഒന്നുകിൽ കേരളത്തിന് പുറത്ത്, അല്ലെങ്കിൽ വിദേശത്തേക്ക്. കഴിഞ്ഞ വർഷത്തില് വിജയരാഘവൻ എന്ന് പറയുന്ന വർഗീയ രാഘവന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ആ പ്രസംഗം. അയാൾ പറയാൻ, കുട്ടികളെ നിങ്ങൾ വിദേശത്ത് പോകരുത്, ഇവിടെ പഠിക്കാൻ സൗകര്യമില്ലേ, ഇവിടെ ചേരണ്ടേ. എന്താ പറയാൻ കാരണം അറിയോ? ഇയാളുടെ ഭാര്യയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു. അതുകൊണ്ട് പറയാണ്, എന്റെ മോനെ വിടൂല. നിങ്ങൾ വിടണ്ട. ഈ പൊട്ടം വിദ്യാഭ്യാസ മന്ത്രിമാർക്കിടയിൽ മക്കളെ എവിടെ പഠിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കട്ടെ. ശിവൻകുട്ടിനൊക്കെ വിശ്വസിച്ച് കുട്ടികളെ അവിടെ നിർത്താൻ പറ്റുള്ളൂ? വിജയരാഘവന്റെ ഭാര്യ ബിന്ദുവിനൊക്കെ വിശ്വസിച്ച് ഇവിടെ നിർത്താൻ പറ്റുമോ? ഈ വിദ്യാഭ്യാസം, ഈ സർവകലാശാല ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? അന്ന് എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെയൊക്കെ തലയിൽ ഓളം വരാൻ എത്ര കൊല്ലം കഴിയണോ? അതുവരെ ഈ കുട്ടികൾ കാത്തിരിക്കണോ? എന്ന് മാത്രല്ല, അന്ന് ഞങ്ങൾ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമ്പോ ഞങ്ങൾ തീരുമാനിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അതിന് ക്ലാരിറ്റി ഉണ്ടോ? എന്താണെന്നറിയോ? ഫീസ്. ആ ഫീസ് നിശ്ചയിക്കുന്നതിന് മാനദണ്ഡം ഉണ്ടാവണം. ഇപ്പുണ്ടോ? പൈസ മുടക്കി 25 കോടിയുള്ളവന് സർവകലാശാല തുടങ്ങിട്ടോ അവര് തോന്നുന്ന ഫീസ് ഇടാം. എന്താ ഫീസിന്റെ മാനദണ്ഡം വെക്കാത്തത്? SFI കാരൻ ചോദിക്കോ? ഫീസിന്റെ മാനദണ്ഡമല്ല. ആ മാനദണ്ഡം ഈ സമയം വരെ നിശ്ചയിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, സ്വകാര്യ സർവകലാശാലകൾ കൊടുക്കുമ്പോ ആ സർവകലാശാലയുടെ ബോഡിയിൽ ഒരു ഗവൺമെന്റ് പ്രതിനിധി ഉണ്ടായിരിക്കണം. തോന്നുന്ന പോലെ കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. അതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോ ആ സർവകലാശാലകളിൽ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം ഉണ്ടാവണം. ആ നിയമം ഇപ്പോഴുണ്ടോ നിങ്ങൾ കൊണ്ടുവന്നതിൽ? അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പുകൾ കൊടുക്കണം. സ്വകാര്യ സർവകലാശാലകളിൽ സ്കോളർഷിപ്പ് ഉണ്ടാവണം. ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് മാത്രമല്ല തീരുമാനം. എന്താ തീരുമാനം എന്നറിയോ? സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാക്കിയിട്ട് ലാഭം വെളിയിലേക്ക് കൊണ്ടുപോകുന്നത് തടയണം. എത്ര ദീർഘവീക്ഷണത്തോടെ അബ്ദുൾ റബ്ബ് കൊണ്ടുവന്ന ഒരു പദ്ധതി, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി, തെരുവിൽ മുഴുവൻ അട്ടഹസിച്ച് SFI കാരൻ ആക്രമിച്ചില്ലാതെയാക്കിയ യൂണിവേഴ്സിറ്റി. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയാൻ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നല്ല സമയമാണ്. നിങ്ങൾക്ക് ബുദ്ധി വരുന്ന, നിങ്ങൾക്ക് ഇപ്പം 8 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ ബുദ്ധി വരിക. ഈ നാട്ടിലെ കുട്ടികളൊക്കെ വേറെ രാജ്യത്ത് പോയി പഠിക്കുക. ഇപ്പൊ നിങ്ങൾ പറയാണ് അതിന്റെ സമയമാണ്. നമ്മൾ വിദ്യാഭ്യാസപരമായി എത്ര കുട്ടികൾ അതിന്റെ ദുരിതം അനുഭവിച്ചു, എത്ര പ്രയാസങ്ങൾ ഉണ്ടായി, എത്ര പേർ കഷ്ടപ്പെട്ട് ബാങ്ക് ലോൺ എടുത്ത് വിദേശത്ത് പോയി പഠിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ TP ശ്രീനിവാസൻ ജീവിച്ചിരിപ്പില്ലേ? SFI കാരാ, ഒന്ന് പോയിട്ട് ആ മനുഷ്യനോട് മാപ്പെങ്കിലും പറയിപ്പിക്ക്. ഈ പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഒന്ന് പറയിപ്പിക്കുക. ആ മനുഷ്യൻ ഇപ്പോഴുണ്ട്. ഇന്ന് അയാൾ പറയാൻ, എനിക്ക് ആ കഥയൊക്കെ ആലോചിക്കുമ്പോ സന്തോഷം ഉണ്ടെനിക്ക്. കാര്യം എന്താ, ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട് കടപ്പുറത്ത് ഇങ്ങനെ മരന്ന് കിടക്കായിരുന്നല്ലോ. ആ മനുഷ്യനെ തള്ളിയിട്ടതാണ്. ആ സീൻ ഇപ്പോഴും TV-യിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യൻ ഒരു മാന്യനായതുകൊണ്ട് അയാൾ പറയാൻ, കോട്ടൊക്കെ ഇട്ട് ഞാനിങ്ങനെ നിലത്ത് കിടക്കുന്ന സീന് കാണുമ്പോ ഈ തീരുമാനം വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്ന്. SFI കാര, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര, ഒരു മിനിമം സെൻസ്. നിങ്ങൾ എന്തൊരു അന്തംഗമ്മികളാണല്ലോ നിങ്ങൾ. ലോകത്ത് വരുന്ന ഒരു മാറ്റവും നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ മെനഞ്ഞാ നിങ്ങളെ ഗോവിന്ദ മാഷ് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്താ ഗോവിന്ദ മാഷ് പറഞ്ഞാൽ നിങ്ങൾ മെനഞ്ഞാന്ന് പറയാണ്, സഹോദരന്മാരെ AI വന്നു കഴിഞ്ഞിരിക്കുന്നു. എപ്പം മെഞ്ഞാന്നാ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ? എന്റെ ഗോവിന്ദ മാഷ്, ഇതൊക്കെ ലോകം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായി, വർഷങ്ങളായി. നിങ്ങൾ അറിയോ, ഞങ്ങൾ MSF-ന്റെ ഒരു AI സെമിനാറിലേക്ക്, AI-യുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ ഒരു കൊല്ലം മുമ്പ് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കോഴിക്കോട് ജില്ല MSF-ന്റെ ഗോവിന്ദ മാഷ് എന്താന്ന് പറയാണ്, AI വന്നു. എന്നിട്ട് രസം കാര്യങ്ങൾ അയാൾ പറയാണ്, എന്റെ ഫോണിൽ AI ഉണ്ട്, നിങ്ങളുടെ ഫോണിൽ AI ഉണ്ട്. എന്നിട്ട് അയാൾ AI-നെ കുറിച്ച് വിശദീകരിക്കാണ്. എന്താ AI എന്നറിയോ? എന്റെ ഒരു സഹോദരൻ, എന്റെ ഒരു കൂട്ടുകാരൻ കണ്ണൂരിലെ കടപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുത്തു. അവരും ഭാര്യ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ. ആ ഫോട്ടോ AI-യുടെ കയ്യിൽ കൊടുത്തപ്പോ ഇവരേതോ ഒരു മഞ്ഞുമലകളുടെ മുകളിൽ നിൽക്കുന്ന ഫോട്ടോ ആയിട്ട് വന്നു. എന്തൊരു അത്ഭുതമാണ്. എന്റെ ഗോവിന്ദ മാഷ്, ഈ ആപ്പൊക്കെ മൊബൈലിൽ വന്നിട്ട് ഒരു 10 കൊല്ലായി. ഞാൻ അറിയാനായിട്ട് പറയാൻ, ഏതില് ചെറിയ കുട്ടികളെ കൈ കൊടുത്താൽ ഓല് ഇത് ഫോട്ടോഷോപ്പ് ആപ്പാണ്, ഇതാണ് AI എന്ന് വിചാരിച്ചു ഉത്തർക്കങ്ങള്.
AI എന്നൊക്കെ പറഞ്ഞ എന്താണ് എന്ന് ഗോവിന്ദ മാഷ്ക്ക് വല്ല വിവരമുണ്ടോ? കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ലോകത്ത് മുഴുവൻ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. AI എന്ന് വെച്ചാൽ ഗൂഗിൾ പോയി. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യലാണ്. ഗൂഗിൾ എന്ന് പറയുന്നത് ഓൺലി ഇൻഫർമേഷൻ ആണ്. എന്നാൽ AI-യിൽ വരുമ്പോ, ചാറ്റ് GPT-യിലേക്ക് വരുമ്പോ അങ്ങനെയല്ല. ചാറ്റ് GPT-യോട് ചോദിച്ചാൽ പറയാത്ത ഉത്തരമില്ല. മനുഷ്യനേക്കാൾ എത്രയോ മുകളിൽ നിന്ന് ഉത്തരം പറയും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സിനിമയുടെ തിരക്കഥ വേണോ, നിങ്ങൾക്കൊരു തിസീസ് വേണോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നാടിനെ കുറിച്ച് ഒരു ചരിത്രം വേണോ, സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് ചാറ്റ് GPT തരും. എന്ന് വെച്ചാല് ഒരു 10-20 മെമ്മറി പ്ലേസിൽ നിന്നല്ല, ഒരു 60-ലധികം വരുന്ന മെമ്മറിയിൽ നിന്ന് പ്രോസസ് ചെയ്തിട്ടാണ് ഇത് ഉത്തരവുണ്ടാക്കുന്നത്. ചാറ്റ് GPT പോയി, ഞാൻ വിശദീകരിക്കണില്ല, പെട്ടെന്ന് പറയാം. ചാറ്റ് GPT കഴിഞ്ഞു. ഇപ്പത്തെ പുതിയ വെർഷൻ എന്താ അറിയോ നിങ്ങള്? ചാറ്റ് GPT നിന്നും പോയിട്ട് 03 ആണ്. 03യെ കുറിച്ച് പറയുന്നത് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള, അത്രമേൽ സൂപ്പർ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് 03 എന്ന് പറയുന്നത്. ചാറ്റ് GPT കഴിഞ്ഞു. ഈ 03 മൾട്ടിപ്പിൾ പ്രോസസ് വഴി ഉത്തരം തരും. അതാണ് 03 എന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ LLM എന്ന് പറയും, ലാർജ് ലേണിംഗ് മോഡൽ എന്നാണ് ഈ സിസ്റ്റത്തിന് പറയുക. ഇതിന്റെ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് OpenAI. സാം ആൽട്ട്മാൻ അതിന്റെ CEO ആണ്. അദ്ദേഹത്തെ മാറ്റി, പിന്നെ തർക്കണ്ടായി, അദ്ദേഹത്തെ പിന്നെയും തീരുമാനിച്ചു. നമുക്കറിയാലോ, അങ്ങനെ ലോകത്ത് ഈ AI-യുടെ രംഗത്ത് ഒരുപാട് ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകളുടെ ഒക്കെ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ ലോകത്ത് മുഴുക്കെ നടന്നു. ഇതാണ് AI-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഇതില് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ നിങ്ങൾക്കറിയാലോ, ഈ ചൈന എന്ന് പറഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങൾക്കും ഒരു പ്രശ്നമാണ്. കാരണം വളരെ കഷ്ടപ്പെട്ട് അമേരിക്കയോ ജപ്പാനോ കോടികൾ മുടക്കിയിട്ട് ഒരു സാധനം കണ്ടുപിടിക്കും. 2 ദിവസം കൊണ്ട് ചൈന അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കും. ഇത് ലോകത്ത് എപ്പോഴും എല്ലാ കാര്യത്തിലും നടക്കുന്ന കാര്യമാണ്, എല്ലാത്തിലുള്ള പ്രശ്നമാണ്. ചൈന എന്ത് ചെയ്ത ഞങ്ങള് ചാറ്റ് GPTയുടെ പുതിയ 03 പുതിയ വെർഷനൊക്കെ വന്നിട്ട് ഇതാ ഈ LLM-ൽ പുതിയ മാറ്റം വരുന്നു, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് വരാൻ പോവാണ് എന്നൊക്കെ സാം ആൽട്ട്മാൻ വലിയ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് അതാ ചൈന വന്നിട്ട് ഡീപ് സീക്ക് ഇറക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഡീപ് സീക്ക് വന്നതോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ആപ്പിൾ സ്റ്റോറിൽ നിന്ന് അത്ഭുതകരമാം വിധത്തിലുള്ള ഡൗൺലോഡുകൾ ഉണ്ടായി. ലോകം വിറങ്ങലിച്ചു. ഒരൊറ്റ ദിവസം മാത്രം $600 ബില്യൺ NVIDIA അടക്കമുള്ള ചിപ്പ് നിർമ്മാതാക്കൾക്കടക്കം നഷ്ടമായി. $1 ട്രില്യൺ. നമുക്ക് എണ്ണി തീർക്കാനാവില്ല. കോടി നഷ്ടം വന്ന് അമേരിക്ക അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്താണ് ചൈന ഈ രംഗത്ത് വരുന്നത്. ചൈന എന്ന് മാത്രമാണ് ഗോവിന്ദൻ കേട്ടത്. അപ്പൊ തന്നെ മൂപ്പർ ഇറങ്ങി. ചൈന എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ വിറയല് കയറി മതി. അങ്ങനെ മൂപ്പർ എന്നിട്ട് പറഞ്ഞതാണ് ഈ മഹാപൊട്ടത്തരം. ഞാന് ചെറുതായിട്ടൊരു എക്സാമ്പിൾ പറയാം ഗോവിന്ദനോട്. അത് ഈ ഫോട്ടോഷോപ്പിന്റെ പരിപാടിയല്ല, മിനിമം എന്താണെന്നറിയാം, മിനിമാണ് കേട്ടോ. അതാണ് AI എന്ന് വിചാരിക്കേണ്ട. ചാറ്റ് GPTയിലോ 03-ലോ കയറിയിട്ട് നിങ്ങൾ ചോദിക്കുക ഹു ഈസ് ഗോവിന്ദൻ മാഷ്. അപ്പൊ ചാറ്റ് GPT തിരിച്ചു കൊണ്ട് ചോദിക്കും വിച്ച് ഗോവിന്ദൻ മാഷ്, ഏത് ഗോവിന്ദൻ മാഷ്? അപ്പൊ നമ്മൾ പറയാ താനൂരിന്ന് എന്താണ് ട്രെയിനിൽ അപ്പം കയറ്റിയിട്ട് എറണാകുളത്ത് കൊണ്ടുപോയി വൈകുന്നേരം അപ്പം വിറ്റ് താനൂരിൽ തന്നെ തിരിച്ചു വരാം എന്ന അബദ്ധം പറഞ്ഞ ഒരാൾ ഉടൻ ചാറ്റ് GPT ഓ ഗോവിന്ദൻ. ഇതാണ് ചാറ്റ് GPT ചെറിയ സാധനം. ഒരാളെ ഫൈൻഡ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഒറ്റ ഒരു നിങ്ങളെ കുറിച്ചുള്ള ഒരു ട്രോള് മതി. അത്ര ഇന്റലിജന്റ് ആണ് ഈ പറയുന്ന സാധനം. അത് മാത്രമൊന്നല്ല ഗോവിന്ദ മാഷോട് ഞാനൊരു തമാശ പറഞ്ഞതാണ്. ഗോവിന്ദ മാഷോട് ഞാനൊരു കാര്യം പറയാം. ഈ AI രംഗത്ത് നിൽക്കുന്ന ആധുനിക പ്രശ്നം എന്താണെന്നറിയോ? ധാർമ്മികതയുടെ പ്രശ്നമാണ്. ധാർമ്മികതയുടെ ഇപ്പോ ഏറ്റവും അടുത്ത് ഫലസ്തീനിൽ യുദ്ധം ചെയ്യാൻ AI വെപ്പണുകൾ ഇസ്രായേൽ ഉപയോഗിച്ചു എന്ന് വരെ വാർത്ത വരുന്നു. ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതിന്റെ അനന്തമായ പ്രശ്നങ്ങൾ. നമ്മളുടെ ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നൂറ ചിപ്പ് എന്നൊരു ചിപ്പുണ്ട്. ഈ നൂറ ചിപ്പ് എങ്ങനെയാണെന്ന് ഞങ്ങള് ഈ ചിപ്പിന്റെ തലച്ചോറിൽ ഫിറ്റ് ചെയ്താൽ ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് പുറത്തുനിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ അധ്യക്ഷന്റെ തലയിൽ, ഇപ്പൊ നമ്മളെ അധ്യക്ഷന്റെ തലയിൽ നൂറ ചിപ്പ് ഫിറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും ഈ ചങ്ങായി ഇതെപ്പാ നിർത്തുക, ഇവന് വേറെ പോണ്ടില്ലെന്ന് ആലോചിച്ച് നോക്കുക. എനിക്കത് മനസ്സിലാവും. നൂറ ചിപ്പ് മറ്റൊരു തന്റെ സ്വകാര്യമായ വിചാരങ്ങൾ പോലും ലോകത്ത് കൊടുക്കുന്നു. ഞാനിപ്പോ ഈ അടുത്ത് നമ്മളെ വാഫി കുട്ടികളുടെ പരിപാടി എറണാകുളത്ത് നടക്കുമ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഹക്കീം ഉസ്താദിനോട് ചോദിച്ചു, അവിടെ സംസാരിക്കുമ്പോൾ ചോദിച്ചു നൂറ ചിപ്പിന്റെ കാലം കുട്ടികളോട് ഞാൻ പറഞ്ഞു, കുട്ടികളെ ഇതാ ഈ പുതിയ ഈ പഴയ തലമുറയിലെ
നമ്മളുടെ ഹക്കീം ഉസ്താദ് അടക്കമുള്ളവർ ഇതാ ഉത്തരവാദിത്തം നിർവഹിച്ച് നിങ്ങളെ പുറത്തിറക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തം അതല്ല. അതാണ് പുതിയ തലമുറയുടെ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പൊ നൂറ ചിപ്പ് ഉണ്ട്. ഇപ്പോ നമ്മളൊരു ഇഫ്ല് ക്ലാസ് അല്ലെങ്കിൽ ഒരു കോളേജ് തുടങ്ങുകയാണ്. ഖുർആൻ 30 ജുസും പഠിപ്പിക്കുന്ന ഒരു കോളേജ് തുടങ്ങുകയാണ്. കോളേജ് തുടങ്ങുമ്പോൾ നമ്മളവിടെ എത്രമാത്രം അധ്വാനമുണ്ട്. എന്നാൽ ഹക്കീം ഉസ്താദ് പോയിട്ട് ഇലോൺ മസ്കുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ട് ഒരു 100 കുട്ടികളുടെ തലയിൽ ഈ ഹാഫിൽ ആവാൻ ഒരു ചിപ്പ് പിടിപ്പിച്ചാൽ ഹാഫിൽ ആവും, സെക്കൻഡ് കൊണ്ട് ഇത് സംഭവിക്കും. അതിന്റെ ഫിഖ് എന്താണ്? അതിന്റെ ഫിഖ് എന്താണ്? ഇസ്ലാം അങ്ങനെ കാലാതീതമായി നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ലേ? കാലത്തോട് സംവദിക്കുന്ന പ്രത്യയശാസ്ത്രമല്ലേ? നമ്മുടെ കുട്ടികൾ കൂടുതൽ ബാധ്യതകളുള്ള ഒരു ലോകത്തേക്ക്, ചിന്താപരമായ ലോകത്തേക്ക് പോവാണ്. മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്നതാണ് AI. അതിനെയാണ് ഈ അന്തംകമ്മി കമ്മ്യൂണിസ്റ്റുകൾ ഫോട്ടോഷോപ്പാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ 3 തവണ ഈ പറയുന്ന ഗോവിന്ദ മാഷ്ക്ക് മാറ്റേണ്ടി വന്നു. പക്ഷെ മനുഷ്യന്റെ എക്സിസ്റ്റൻസ് ആണ് പ്രശ്നം. അവർക്ക് നിലനിൽക്കാവുന്ന രാഷ്ട്രീയമാണ് പ്രശ്നം. അതിന് കഴിയണം, അത് അന്വേഷിക്കണം, അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഉണ്ടാവണം. അതുണ്ടാവുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പോലെ എന്നിട്ട് ഗോവിന്ദ മാഷ് ഒരു പ്രഖ്യാപനം കാര്യങ്ങള് ഖുർആൻ കാലത്തെ അതിജയിക്കൂല, ബൈബിൾ അതിജയിക്കൂല. പിന്നെ ഇയാളുടെ ഈ പൊട്ട കമ്മ്യൂണിസ്റ്റ് ആണ് അത്ര കാലത്തെ അതിജയിക്കുക. എന്നിട്ട് ഗോവിന്ദ മാഷ് പറയാൻ ഇനി നാളെ ആഫീസിൽ വന്നിട്ട് എന്താ സോഷ്യലിസം വരാത്തത് എന്നൊന്നും ചോദിക്കരുത്. ചുരുങ്ങിയത് 200 കൊല്ലെങ്കിലും എടുക്കും. അയാൾക്ക് ഉറപ്പാണ് 200 കൊല്ലം കഴിഞ്ഞാൽ കേട്ടോനും ഉണ്ടാവില്ല, പറഞ്ഞോനും ഉണ്ടാവില്ല. പിന്നെന്തും പറയാലോ. ഈ ജാതി ഒരു വള്ളിയും പുള്ളിയും തെറ്റാത്ത ഖുർആൻ ഇപ്പോഴും മനുഷ്യന്റെ മുമ്പിൽ 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഉണ്ട്. അപ്പോഴാ ഇത് സംസാരിക്കണത്. ഞാൻ നിങ്ങളോട് പറയുന്നത് യഥാർത്ഥത്തില് ജനഹിതത്തെ കുറിച്ച് മാത്രമല്ല, ജനങ്ങളുമായി സംവദിക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങളിൽ പോലും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സമ്മേളനം നടക്കുകയല്ലേ, ജനങ്ങളോട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ 8 കൊല്ലമായി 8.5 കൊല്ലമായി ഭരിക്കുകയാണ്. സാധനങ്ങളുടെ വില എവിടെയാണ്? ഞങ്ങളുടെ കറന്റിന്റെ ചാർജ് എത്ര തവണയാ വർദ്ധിപ്പിച്ചത്? ഞങ്ങളുടെ പെട്രോൾ സെസ് നിങ്ങൾ എത്ര തവണയാ വർദ്ധിപ്പിച്ചത്? ഞങ്ങളുടെ ഓരോ ജീവിതത്തിലെ ഓരോ ഇടങ്ങളിലും ഒരു ആശുപത്രിയിലെ OP ടിക്കറ്റ് നിങ്ങൾ എപ്പോഴാണ് വർദ്ധിപ്പിച്ചത്? ഞങ്ങൾ വാങ്ങുന്ന മരുന്നിന്റെ വില എത്രയാ കൂടിയത്? ഞങ്ങളുടെ മക്കളുടെ ഫീസ് എത്രയാ കൂടിയത്? ഓരോ കാര്യങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ ഈ 8.5 കൊല്ലത്തിന് ശേഷം നിങ്ങളല്ലേ ഭരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ചയായോ? എന്താ പ്രസംഗം? ഒന്ന് ഗോവിന്ദന്റെ പ്രസംഗം, മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത ആരോപിക്കുക. വർഗീയ രാഘവന്റെ പ്രസംഗം, മോഹനന്റെ പ്രസംഗം. ഇതാ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ്, ഞങ്ങള് വലിയ ഇഷ്യൂ ഉണ്ടാക്കുകയാണ് എന്ന് പറയുക. അത് മാത്രം. പിണറായി വിജയന്റെ പ്രസംഗം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ കൂട്ടുകൂടിയാൽ ഇന്ന അപകടം ഉണ്ടാകും. അതിന് പക്ഷെ അയാൾക്ക് അവകാശമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായി കൂട്ടുകൂടിയാൽ എന്തൊക്കെയാണ് കുഴപ്പമുണ്ടാവുക എന്ന് പറഞ്ഞു തരേണ്ടത് അയാൾ തന്നെയാണ്. കാരണം അയാളെ കൂട്ടുകൂടിയത് കൂടെ കടന്നോനല്ലേ രാപ്പനി അറിയുള്ളൂ. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ RSSുമായി കൂടിയാൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ക്ലാസ് എടുക്കാനും പിണറായി എന്നെ വരണം. കാരണം നിങ്ങൾ അപ്പൊ കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കതറിയാം. ഞാൻ ചോദിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഏതു പ്രശ്നത്തെയാണ് നിങ്ങൾ ഏറ്റവും മിനിമം ഞാൻ ചോദിക്കട്ടെ. ഈ ആലിബാബയിൽ 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ന ഒരു മൂത്ത കള്ളനും ബാക്കി ഒരു 21 കള്ളന്മാരും കൂടെ ഒരു ബസ്സിൽ കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെതെങ്കിലും ഒരു വിവരം പറയും. എന്താ ഉണ്ടായി? അതിന് ബാലം പറഞ്ഞൊരു ഉത്തരണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. നിങ്ങൾ ബസ് എന്ന് പറഞ്ഞില്ലേ? ആ ബസ് എറണാകുളം റൂട്ടിൽ ഓടുന്നില്ലേ? അതായിരുന്നോ പ്രശ്നം? നിങ്ങളെ ബസ്സായിരുന്നോ പ്രശ്നം? നിങ്ങൾ ജനങ്ങളുമായി സംസാരിച്ച കുറെ കാര്യമുണ്ട്. അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ, അവർക്ക് വാഗ്ദാനം ചെയ്ത, അവരോട് ഇടപെട്ട ഒരുപാട് കാര്യങ്ങൾ. ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണ്ടേ? അതിലെന്താ മൂവ്മെന്റ് ഉണ്ടായതെന്ന് നിങ്ങൾ പറയണ്ടേ? 10,000-കണക്കിന് പരാതികൾ നിങ്ങൾ തെരുവിൽ നിന്ന് വാങ്ങിയിട്ടില്ലേ? ആ പരാതികൾ എവിടെയാണ് എത്തിച്ചത് എന്ന് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾക്ക് പറയാനാവില്ല. നിങ്ങൾ അങ്ങനെ പറയാവുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ CPM-നോട് പറയുന്നത്, ജനഹിതത്തിന്റെ വിഷയത്തിലായാൽ നിങ്ങൾ ഒരു ഭരണ പരാജയം എന്ന് കൃത്യമായി മോദിയെ പോലെ തെളിയിച്ചു കഴിഞ്ഞു. മോദി എങ്ങനെയാണോ ഹിന്ദു വികാരത്തെ കച്ചവടം ചെയ്ത് വോട്ടാക്കി മാറ്റുന്നത്, അതിന് തുല്യമാം വിധത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വർഗീയതയെ പ്രചരിപ്പിച്ച് വോട്ടാക്കി മാറ്റുക. അതാണ് ഇതുവരെ മുസ്ലിം വോട്ട് കിട്ടാൻ പലതും ഇറക്കിയവരാണ്. സദ്ദാം ഹുസൈൻ അടക്കം ഉപയോഗിച്ചവരാണ്. ഇന്നതല്ല, അത് മാറി, ടോണ് മാറി. ഇന്ന് മുസ്ലിം വിരുദ്ധതയുടെ ഒരു വോട്ടുണ്ട്. ഇവിടെ
കാസയെ പോലെ അപകടകരമായ RSS രൂപഭാവങ്ങളുള്ള സംഘടനയുണ്ട്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ഒരു ഭാഗത്ത്, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാൻ ഒരു ഭാഗത്ത്, അവർക്കിടയിൽ തന്നെ ജാതീയമായി ഈഴവരെയും മുസ്ലിങ്ങളെയും നായർ സമൂഹത്തെയും മുസ്ലിങ്ങളെയും ഇങ്ങനെ വേർപിരിച്ച് RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ രാജ്യത്ത് പരിശ്രമിക്കുകയാണ് നിങ്ങൾ. അങ്ങനെയാണ്. ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ എന്ത് അപകടമുണ്ടാകും എന്നതിന്റെ പരിണിത ഫലമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയുമ്പോ പറഞ്ഞു, നിങ്ങള് ഒറ്റ കാര്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ പറഞ്ഞു, തലശ്ശേരി കലാപം മാത്രം. നിങ്ങൾ മലപ്പുറത്ത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക, മതസംഘടനകൾക്കിടയിൽ ഇടപെടാവുന്ന തരത്തിൽ നുഴഞ്ഞു കയറിയും അല്ലാത്ത തരത്തിലും കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിന് പറ്റിയ ആളുകളെ ചേർത്ത് പിടിക്കുക, മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പം. എന്നാൽ നിങ്ങൾ തലശ്ശേരിയിലേക്ക് പോയാൽ, നിങ്ങൾ കണ്ണൂരിലേക്ക് പോയാൽ, നിങ്ങൾ നാദാപുരത്തേക്ക് പോയാൽ, നിങ്ങൾ വടകര താലൂക്കിലേക്ക് പോയാൽ അവിടെ മറ്റ് സമുദായങ്ങളുമായി മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കുക, എന്നിട്ട് അവിടെ അതിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ വോട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എത്രമാത്രം അപകടകരമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്ത ബോധത്തോടെ വർഗീയമായി ജനങ്ങളെ ചേരിതിരിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ ഒരു ഗൗരവപ്പെട്ട കൂട്ടായ്മയും കൂടിച്ചേരലുകളും ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഒരുപക്ഷെ ഈ പൊതുയോഗം അടക്കമുള്ള പൊതുയോഗങ്ങളിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. അടുത്തതായി നമ്മുടെ പാണക്കാട് സയ്യിദ് മൊയ്‌നലി സാഹിബ് തങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ശരീഫ് കുറ്റൂർ സാഹിബ് ഏതാനും നിമിഷങ്ങൾ ഇവിടെ എത്തും. അടുത്തതായി നമ്മുടെ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സിദ്ദീഖ് മാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു.